അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് ശാലേംപുരി ചർച്ചിനകത്ത് വീണ്ടുമുണ്ടല്ലോ. അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളുമായിട്ട് നമ്മുടെ കർത്താവ് ഈ ആലയത്തിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവദൂതന്മാരുടെ ചെറുകടി ശബ്ദം നമ്മുടെ നടുവിലുള്ള ദൈവകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ജയകുമാർ അവർകൾ, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രസിഡൻറ്റ്, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ സെക്രട്ടറി, ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറി, വിവിധ ഡിപ്പാർട്ട്മെൻ്റ് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർ, സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസന്മാർ, സീനിയർ പാസ്റ്റേഴ്സ്, ഇന്ന് ഓർഡിനേഷൻ സ്വീകരിക്കുന്ന 12 കർത്തൃദാസന്മാർ, അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട് ഇന്ന് അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ധാരാളം മുഖപരിചയമുള്ള ദൈവദാസന്മാർ, നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സിഹാത്ത് ചർച്ചിലുള്ള ബ്രദർ സ്റ്റാൻലി, ഇവരെയൊക്കെ മുഖം ഞാൻ കാണുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷകൾ, ദൈവവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുകയായിരുന്നു. ഇതിനോട് ചേർന്ന് വലിയൊരു സന്തോഷമുണ്ട്. ഇന്ന് 12 ദൈവദാസന്മാർ ഓർഡിനേഷൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പേർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്നാനപ്പെടുകയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പാസ്റ്റർ എന്ന നിലവാരത്തിൽ, ഒരു പിതാവെന്ന നിലവാരത്തിൽ ഞാൻ ഏറെ സന്തോഷമുള്ള വ്യക്തിയാണ്. എൻ്റെ മകൻ്റെ സ്നാനവും ഇന്ന് ഉച്ചയ്ക്ക് നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവാഭിഷേകത്തിൻ്റെ കൈമാറ്റം അവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർഡിനേഷൻ ശുശ്രൂഷ നമ്മൾ പല ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഡിനേഷൻ എന്ന പദത്തിന് നിയമിക്കപ്പെടുക എന്നാണ് അർത്ഥമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുവിശേഷകരായിരിക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിച്ച് കൈവച്ച് പ്രമോഷൻ കൊടുത്ത് പാസ്റ്ററാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഓർഡിനേഷൻ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. അമ്മേ സ്തോത്ര. സുവിശേഷകൻ പിന്നെ പോലീസുകാരൻ ഇങ്ങനെ സീനിയോറിറ്റിയായി മൂത്ത് ഒരു സമയത്തോട് അദ്ദേഹം എസ്ഐയായി മാറുന്നത് പോലെ സുവിശേഷകരായിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ മൂത്ത് എന്നെ പാസ്റ്ററാകുന്ന രീതിയല്ല ഇന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്കറിയാം 5 വിധ ശുശ്രൂഷകന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഏതൊക്കെയാണ് 5 വിധ ശുശ്രൂഷകന്മാർ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 വിധത്തിലുള്ള 5 കാറ്റഗറിയിലുള്ള ശുശ്രൂഷകരെ പുതിയ നിയമം നമ്മെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൽ ആരും ഒരാളും കുറഞ്ഞവരല്ല. എല്ലാവരും ദൈവനിയോഗത്താൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. മണി പവർ ഉള്ളത് കൊണ്ടോ മസിൽ പവർ ഉള്ളത് കൊണ്ടോ നമുക്ക് ശുശ്രൂഷകൾ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ഇന്ന് ഓർഡിനേഷൻ സ്വീകരിക്കുന്ന കർത്തൃദാസന്മാരോട് എനിക്ക് ആത്മനിയോഗത്തിൽ പറയാനുള്ളത്, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്ന പകൽ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കർത്തൃദാസന്മാർക്ക് വേണ്ടി ദൈവ അഭിഷിക്തന്മാർ ഇവിടെ കൂടി വന്നിരിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, നമ്മുടെ മാനുഷികമായ ഒരു കരമല്ല, ഇന്ന് കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൈവയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നമുക്ക് വേണ്ടത് ഒരു അഭിഷേകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ ഓർഡിനേഷൻ കഴിയുമ്പോൾ അമ്മേ സ്തോത്ര, ഈ പുഴുവിനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. പുഴുവിനെ കണ്ടാൽ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പുഴുവിനെ കണ്ടാൽ നിങ്ങൾ അതിനെ സ്നേഹിക്കുമോ? അതിൻ്റെ പുറകെ പോകുമോ? അതിൻ്റെ കളർ നിങ്ങൾ നോക്കുമോ? അതിൻ്റെ വലിപ്പം നോക്കി അതിന് വർണ്ണന നടത്തുമോ? വീട്ടിലെ നിങ്ങളുടെ ഒരു ചെടിയിൽ ഒരു കരിവാപ്പലയുടെ പുറത്ത്, ഒരു ലീഫിൻ്റെ പുറത്ത് ഒരു പുഴു വന്നിരിക്കുകയാണെങ്കിൽ അതിനെ ആരും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ആ പുഴു ഒരു കൊക്കൂണിനകത്ത്, ഒരു കൂട്ടിനകത്ത് ചില ദിവസങ്ങളിരുന്ന് അതിന് രൂപാന്തരം വന്നിട്ട് വർണ്ണശലഭമായ ചിറകുകൾ പ്രാപിച്ച് ഒരു ബട്ടർഫ്ലൈ ആയിട്ട്, ഒരു ചിത്രശലഭമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അതിനെ
അതിനെ ആരും തട്ടിക്കളയത്തില്ല, അതിനെ ആരും അടിച്ചോടിക്കത്തില്ല. ആ ചിത്രശലഭത്തിൻ്റെ ചിറകുകളെ, അതിൻ്റെ മനോഹരതയെ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീരും. ഇന്ന് പകൽ കർത്തൃദാസന്മാരുടെ മേൽ ദൈവാഭിഷേകത്തിൻ്റെ കരം വീഴുമ്പോൾ പുഴുവായ നമ്മളെ പ്രഭുവാക്കി മാറ്റുന്ന, മെതിവണ്ടിയാക്കി മാറ്റുന്ന ഒരു ദൈവ അഭിഷേകം ഇന്ന് പകൽ നമ്മുടെ മേൽ വരട്ടെ. എത്ര പേർ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നു? ആ കരങ്ങളെ അടിച്ചൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവത്തോട് ഒന്ന് അപേക്ഷിക്കുവാനും കഴിയട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ, എന്നെ ചേഞ്ച് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താണ് ഈ കൈവെപ്പ് കൊണ്ട് സംഭവിക്കുന്നത്? കരിക്കട്ടകളായ നമ്മളെ തീക്കട്ടകളാക്കി മാറ്റുന്നതാണ്. സ്തോത്രം. കരിക്കട്ടയെ കണ്ടിട്ടുള്ളവർ, കരിക്കട്ട കണ്ടിട്ടുള്ളവർ എന്ന് കൈവയ്ക്കട്ടെ. കരിക്കട്ട കണ്ടിട്ടുള്ളവർ. അമ്മേ സ്തോത്രം. നമ്മുടെ രാജേഷ് പാസ്റ്ററുടെ കയ്യിൽ കുഞ്ഞായിരുന്നപ്പോൾ കരിക്കട്ട കിട്ടിയാൽ എന്നാ ചെയ്യുമായിരുന്നു രാജേഷ് പാസ്റ്ററെ? പാസ്റ്റർ സത്യസന്ധമായി പറഞ്ഞു, കരിക്കട്ട അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ കരിക്കട്ട എടുത്ത് കാണുന്ന ഭിത്തിയിലൊക്കെ അദ്ദേഹം എലിയുടെയും പുലിയുടെയും ഒക്കെ പടം വരയ്ക്കോ. ഞാൻ ഉദ്ദേശിച്ചത്രയുള്ളൂ, കരിക്കട്ടയെ ആർക്കും പേടിയില്ല, അതിനെ ആർക്ക് വേണമെങ്കിലും ചവിട്ടാം, ആ കരിക്കട്ടയെ എടുത്ത് ആർക്ക് വേണമെങ്കിലും വലിച്ചെറിയാം. എന്നാൽ ഈ കരിക്കട്ട കത്തിക്കൊണ്ടിരിക്കുന്നൊരു തീക്കകത്തേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ ആ തീക്കകത്ത് കിടക്കുന്ന കരിക്കട്ടയെ ആർക്കും ചവിട്ടാൻ പറ്റത്തില്ല, ആർക്കും അതിനെ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ കരുക്കട്ടകളായ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയുടെ അഭിഷേകത്താൽ ഹല്ലേലൂയ കരമടിച്ചൊന്ന് പറഞ്ഞാട്ടെ. കരുക്കട്ടകളെ തീക്കട്ടകളാക്കി മാറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. തീക്കട്ടകളാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം. പുതിയ നിയമസഭയിൽ ശുശ്രൂഷകന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മ നിയോഗത്താൽ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൈവപ്പിനാൽ അനുഗ്രഹങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് ഏറ്റവും പരിചയസമ്പന്നനായ വ്യക്തിയാണ് നൂന്റെ മകനായ യോശുവ. മോശ കൈവച്ച് അനുഗ്രഹിച്ചതിനാൽ 3 വിധ അനുഗ്രഹങ്ങൾ യോശുവയുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യോശുവയുടെ മോശയുടെ കൈവപ്പിനാൽ യോശുവയ്ക്ക് ദൈവ ജ്ഞാന സമ്പൂർണത കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പാസ്റ്റർ യോഹന്നാന്റെ, പാസ്റ്റർ റോബർട്ടിന്റെ, പാസ്റ്റർ സിംസൺ സുന്ദർരാജിന്റെ കരങ്ങൾ ഈ 12 പേരുടെ മേൽ ആത്മനിയോഗത്താൽ പതിയപ്പെടുമ്പോൾ ബലഹീനതയെ തികഞ്ഞു വരുന്ന അല്പബുദ്ധികളെ ജ്ഞാനിയാക്കി മാറ്റുന്ന, നിങ്ങൾക്ക് ഒരുപക്ഷെ BTH ഇല്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ MD ഇല്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ MDHO MDO ഇല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാൽ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ വ്യാഖ്യാനിക്കാനുള്ള സ്വർഗീയ ജ്ഞാനത്തെ ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകി തരുവാനായി ഈ കൈവെപ്പ് കാരണമായി തീരട്ടെ. സ്തോത്രം. യോശുവയുടെ മേൽ മോശയുടെ കൈവെപ്പുണ്ടായപ്പോൾ യോശുവയെ ദൈവം വലിയവനാക്കി ഉയർത്തുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ ദൈവാധികാരത്തിൻ്റെ കൈമാറ്റമുണ്ടായി. അവനെ പ്രബലനാക്കി മാറ്റുവാനിടയായി. യോശുവ സാധാരണ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ, സൂര്യ ചന്ദ്ര എന്ന് നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി ശക്തികളെ പോലും പിടിച്ചു നിർത്തക്കത്ത നിലവാരത്തിൽ അവനെ ഉന്നതനാക്കുവാനിടയായി. നീ വാലല്ല തലയായി തീരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭ ഒരുമിച്ച് ആത്മനിറവിൽ പറയുകയാണ്, ഇന്നലെ നിങ്ങൾ ആരെന്നത് ദൈവത്തിന് വിഷയമല്ല. ആത്മനിയോഗത്താൽ ഏലാ താഴ്വരയിലേക്ക് ദാവീദ് കടന്നു വന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് കവണയിൽ കല്ല് വെച്ച് ഗോല്യാത്തിന്റെ നെറ്റിയിൽ എറിഞ്ഞിട്ടപ്പോൾ അവന്റെ പ്രസിദ്ധി ഉണ്ടായതുപോലെ, അവൻ ഉയർത്തപ്പെട്ടതുപോലെ ഇന്ന് പകൽ ദൈവ അഭിഷേകത്തിന്റെ കൈമാറ്റത്തിന് ദൈവം നിങ്ങൾക്ക് മാന്യതകൾ തന്ന് ഉയർത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യോശുവയ്ക്ക് കൈവപ്പിനാൽ സ്തോത്രം ലഭിച്ച അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, മോശയെ അനുസരിച്ചതുപോലെ എല്ലാവരും യോശുവയെയും അനുസരിക്കാനിടയായി തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഒരു അധികാരം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ
ദൈവത്തിൽ നിന്നൊരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം ഇന്ന് പകൽ നമ്മുടെ മേലുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ സ്തോത്രം മറ്റുള്ളവർ കീഴ്പ്പെടത്തുള്ളൂ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ വായ അടയപ്പെടോ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിച്ചാലോ. യഹൂദ ബാലന്മാർ പറയൂ, ഞങ്ങളെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എത്ര വിഷപ്പാമ്പ് പൗലോസിൻ്റെ കൈമേൽ കടിച്ചു തൂങ്ങിയാലോ അതിനെ കുടഞ്ഞ് കളയുവാൻ കഴിയോ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അമ്മേ മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര അപവാദങ്ങൾ വന്നാലോ, എത്ര കടുകുമരങ്ങൾ വന്നാലോ, എത്ര ഒറ്റപ്പെടലുകൾ വന്നാലോ, അഭിഷേകമുള്ളവൻ പ്രതിസന്ധിയുടെ മുകളിൽ കൂടി നടക്കോ. ദർശനമുള്ളവൻ അപമാനത്തിന്റെയും ഒറ്റപ്പെടലിന്റെ മുകളിൽ കൂടി ദൈവ കൃപയിലവൻ ജ്വലിക്കുവാനിടയായി തീരോ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിലെ ഈ വേർതിരിക്കപ്പെട്ട 12 അഭിഷിക്തന്മാരുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കൈവപ്പ് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിന്റെ കൈവപ്പ് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിമത്യോസിനെ പൗലോസും ഒരു കൂട്ടം മൂപ്പന്മാരും ചേർന്ന് കൈവച്ച് അനുഗ്രഹിച്ചു. എന്നാ സംഭവിച്ചു? 2 കാര്യങ്ങൾ തിമത്യോസിൻ്റെ മേൽ പൗലോസിനാലും കൂട്ടുമൂപ്പന്മാരാലും കൈവയ്ക്കപ്പെട്ടപ്പോൾ സംഭവിച്ചു. ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, തിമത്യോസിൻ്റെ മേലുണ്ടായിരുന്ന കൃപാവരങ്ങൾ ജ്വലിച്ചു വരുവാനിടയായി തീർന്നു. നിങ്ങളുടെ സ്കിന്ന് ചുളുങ്ങിയതോ, കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതോ, നിങ്ങളുടെ തലമുടി നരച്ചതോ, അസ്ഥിയുടെ ബലം കുറഞ്ഞു പോയതോ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രി തയ്യുവാൻ തടസ്സമല്ല. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പ്രവചന ആത്മാവിൽ പറയുകയാണ്. ഈ അഭിഷിക്തന്മാരുടെ മേൽ ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് അഭിഷേകം ഏലിശയുടെ മേൽ പകരപ്പെട്ടതുപോലെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ ജ്വലിക്കട്ടെ. ഭൂതങ്ങളുടെ മേൽ അധികാരങ്ങൾ വെളിപ്പെടട്ടെ. രോഗശാന്തി നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ മേൽ വചനത്തിന്റെ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ കൃപാവര ശുശ്രൂഷകളാൽ തിമത്യോസ് ജ്വലിക്കപ്പെട്ടതുപോലെ ജ്വലിച്ചു വരട്ടെ. സ്തോത്രം. കൃപാവരങ്ങൾ ലഭിച്ചു, കൃപാവരങ്ങൾ ജ്വലിച്ചു. ഇന്ന് പകൽ ഞാനൊരു സ്തോത്രം ആത്മനിയോഗത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. ദൈവത്തിന് ഒരാളിനെ മാറ്റാൻ അധിക സമയം വേണ്ട. ഒരാമയം പറഞ്ഞാട്ടെ. ഒരു ആളിനെ മാറ്റാൻ അധിക സമയം വേണ്ട. അടുത്തിരിക്കുന്ന ആളൊന്ന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, എന്നെ മാറ്റാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. എന്നെ മാറ്റാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എന്നെ മാറ്റാൻ അധികം സമയം വേണ്ട. എന്നെ മാറ്റാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. അപ്രതീക്ഷിതമായ സമയത്ത് ചിലത് നമ്മുടെ മേൽ സംഭവിക്കപ്പെടാൻ പോകുകയാണ്. ഈ 12 ദൈവദാസന്മാരാണ് ഇന്ന് ഓർഡിനേഷന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നതെങ്കിലോ കഴിഞ്ഞ ദിവസം ഓർഡിനേഷൻ കിട്ടിയവരുടെ മേലോ ഒരുപക്ഷെ സംഘടന നിങ്ങളുടെ പേര് കണ്ടില്ല. നിങ്ങൾക്ക് ഈ 12 പേരുടെ ലിസ്റ്റ് നിങ്ങൾ സീനിയോറിറ്റി ഇല്ല ത്തിൻ്റെ പേരിൽ എന്തെങ്കിലും സാഹചര്യം പറഞ്ഞ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പകൽ ആത്മനിയോഗത്താൽ പറയുന്നു, കർത്താവിന്റെ കൈവപ്പ് ഇവിടെ നടക്കാൻ പോകുകയാ. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ഭരണസമിതിയുടെ കൈവപ്പല്ല, ദൈവത്തിന്റെ കൈവപ്പ്, പരിശുദ്ധാത്മാവിന്റെ കൈവപ്പ് ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുവാൻ പോകുകയാ. അത് ആരുടെ മേൽ എങ്ങനെ ഫലിക്കപ്പെടുമെന്ന് ഒരുപക്ഷെ എനിക്കറിയാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മളെ മാറ്റാൻ അധിക സമയം വേണ്ട. 25 വർഷം കൊണ്ട് നടക്കാത്തത്, 50 വർഷം കൊണ്ട് നടക്കാത്തത്, 1 നൂറ്റാണ്ട് കൊണ്ട് നടക്കാത്തത് അഹരോന്റെ വടി ഒരു ദിവസം കൊണ്ട് തളർത്തു പൂത്ത് ബദാം വൃക്ഷമായി തീർന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിന്റെ ഈ ഓഡിറ്റോറിയം, ഈ ഹാളിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആമേൻ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റമായി ചലിക്കട്ടെ. സ്വോത്രം. ആത്മാവിനൊന്ന് പ്രതികരിച്ചു പറഞ്ഞാട്ടെ. കർത്തൃദാസിമാരുടെ മേൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ മേൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ശൗല് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടിയാണ്. ബാല്യക്കാരനുമായിട്ട് 3 ദിവസം അലഞ്ഞു തിരിഞ്ഞു നടന്നു. 3-ാം ദിവസം ശൗലിന് മനസ്സിലായി, എൻ്റെ യാത്രയും അന്വേഷണങ്ങളും പരാജയമാണ്. ബാല്യക്കാരനോട് പറഞ്ഞു, തോറ്റവനായി തോൽവി സമ്മതിച്ച് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് ശൗൽ പറഞ്ഞു.
പക്ഷെ അകത്ത് വെളിച്ചമുള്ള ബാല്യക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ശമൂവേൽ എന്ന് പറഞ്ഞൊരു ദൈവഭക്തനുണ്ട്. എന്തായാലും അവൻ്റെ വീട് വരെ പോയി നമുക്കൊന്ന് ദൈവശബ്ദം കേട്ടിട്ട് മടങ്ങിപ്പോകാം. ഒരുപക്ഷെ അവന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതയെ അന്വേഷിച്ചാണ് ശമൂവേൽ പ്രവാചകന്റെ വീട്ടിൽ പോയതെങ്കിലും വചനമറിയാകുന്ന ദൈവദാസന്മാർക്കറിയാം, കീശിന്റെ മകനായ ശൗല് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അഭിഷേക തൈലത്തിന്റെ കൊമ്പ് അവന്റെ തലമേലൊഴിക്കപ്പെട്ടു. അവനൊരു കഴുതയുടെ ഉടമസ്ഥനായിട്ടല്ല, ഒരു രാജ്യത്തിന്റെ രാജാവാക്കി ദൈവം അവനെ മടക്കി വിടുവാനിടയായി തീർന്നു. മനസ്സിലായവരെ കരമടിച്ചൊന്ന് പറഞ്ഞാട്ട്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമ്മുടെ ഇന്ന് പകൽ ഒരു കൃപാവര് യേശുവിന്റെ നാമത്തിൽ മങ്ങിപ്പോയത്, നഷ്ടപ്പെട്ടു പോയത്, അപകരിക്കപ്പെട്ടത്, ഇന്നലകൾ ചോർന്നു പോയത് യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിലേക്ക് മടങ്ങി വരട്ടെ, ശുശ്രൂഷകന്മാരിലേക്ക് മടങ്ങി വരട്ടെ, പ്രവചന ആത്മാവ് മടങ്ങി വരട്ടെ, രോഗശാന്തി മടങ്ങി വരട്ടെ, ഭൂതങ്ങളുടെ മേൽ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, ദൈവത്തിന്റെ കൃപാവരങ്ങൾ മടങ്ങി വരട്ടെ. ആത്മാവിൽ നമുക്ക് പ്രതികരിച്ച് പറയാ, ഞങ്ങൾക്ക് പണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് സ്ഥാനമല്ല വേണ്ടത്, ഞങ്ങൾക്ക് പദവികളല്ല വേണ്ടത്, ഞങ്ങൾക്ക് ദൈവം കൈമാറുന്ന ഒരു മിനിസ്ട്രിയാണ്, ദൈവം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ് വേണ്ടത്. ദൈവം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അഹരോന്റെ വടി ഒരു ദിവസം കൊണ്ട് പൂത്ത് കായ്ച്ച് ബദാം വൃക്ഷമായതുപോലെ കർത്തൃദാസന്മാരെ, നിങ്ങൾ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിന് അഭിമാനമായിരിക്കും, ദൈവസഭയ്ക്ക് നിങ്ങൾ അഭിമാനമായിരിക്കും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൂട്ടുപ്രവർത്തകരായ ഞങ്ങൾക്കും അഭിമാനവും അനുഗ്രഹവുമായി തീരട്ടെ. നിങ്ങളെല്ലാവരും പ്രാപ്തന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അമ്മേ സ്തോത്രം. എത്രയോ വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന നിങ്ങൾക്ക് സംഘടന നൽകുന്ന ഏറ്റവും അംഗീകൃതമായ ഈ പദവി സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം അമ്മേ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, കരങ്ങളെ ഒന്ന് ഹല്ലേലൂയ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാളേ വാഴ്ത്തുക, അവൻ ജീവൻ വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു